കോൺഗ്രസിന്റെ 6ാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചിരിക്കുന്നു. രാജസ്ഥാൻ, തമിഴ്നാട് സംസ്ഥാനങ്ങളിലെ 5 സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചത്. നിതിൻ അംബുജൻ വിവരങ്ങളുമായി. നിതിൻ, ഈ പട്ടികയിലും റായ്ബറേലിയും അമേഠിയും ഇല്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയം. ഇപ്പോൾ പ്രഖ്യാപിച്ച പട്ടികയിൽ പ്രമുഖർ ഉണ്ടോ? അനുജ, 6ാം ഘട്ട പട്ടികയിലും ഇപ്പോൾ റായ്ബറേലിയും അതോടൊപ്പം തന്നെ അമേഠിയും എന്ന ഈ രണ്ട് മണ്ഡലങ്ങളും ഈ 6ാം ഘട്ട പട്ടികയിലും ഉണ്ടായിട്ടില്ല. എന്തായാലും വലിയ ചർച്ചകൾ ഇപ്പോഴും കോൺഗ്രസ് നേതൃത്വത്തിനിടയിൽ നടക്കുന്നുണ്ട്. ഈ 5 ലോക്സഭാ മണ്ഡലങ്ങൾ, അത് അജ്മീർ, രാജ്സമന്ദ്, ഭിൽവാഡ, കോട്ട, അതോടൊപ്പം തന്നെ തമിഴ്നാട്ടിലെ തിരുനെൽവേലി, ഈ 5 ലോക്സഭാ സീറ്റുകളിലുള്ള സ്ഥാനാർത്ഥികളാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. നേരത്തെ രാഹുൽ ഗാന്ധി, അതായത് വയനാടിന് ശേഷം അമേഠിയിലും മത്സരിക്കും എന്നുള്ളൊരു ചർച്ചകൾ നടക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴും സ്വന്തം സിറ്റിംഗ് സീറ്റായ റായ്ബറേലിയും അതോടൊപ്പം തന്നെ അമേഠിയിലും ഇത്തവണയും കോൺഗ്രസിന് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ സാധിച്ചില്ല. അത്തരമൊരു അനിശ്ചിതത്വം ഇപ്പോഴും തുടരുന്നുണ്ട്. ഒരുപക്ഷെ അടുത്ത ഘട്ട പട്ടികയിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. ചർച്ചകൾ ഇപ്പോഴും സജീവമായി തന്നെ നിലനിൽക്കുമ്പോൾ ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം അത് വൈകുന്നതിൽ വലിയ അതൃപ്തിയിലാണ് ഒരു വിഭാഗം നേതാക്കളുള്ളത്. ഈ പുറത്തുവിട്ട പട്ടികയിലെ സ്ഥാനാർത്ഥികളെ പരിശോധിച്ചാൽ അജ്മീറിൽ രാംചന്ദ്ര ചൗധരി മത്സരിക്കുന്നു. അതോടൊപ്പം തന്നെ രാജ്സമന്ദിൽ സുദർശൻ റാവത്തും, ഭിൽവാഡയിൽ ഡോക്ടർ ദാമോദർ ഗുർജർ, കൂടാതെ കോട്ടയിൽ പ്രഹ്ലാദ് ഗുഞ്ചൽ. ഒരുപക്ഷെ സച്ചിൻ പൈലറ്റ് മത്സരത്തിൽ ഉണ്ടാവുമായിരുന്നെങ്കിൽ അജ്മീർ മണ്ഡലത്തിൽ സച്ചിൻ പൈലറ്റിന്റെ പേര് ആദ്യഘട്ടത്തിലടക്കം പരിഗണിച്ചിരുന്നു. പക്ഷേ എന്തായാലും സച്ചിൻ പൈലറ്റ് ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ ഇക്കുറി രാജസ്ഥാനിൽ ലോക്സഭയിൽ മത്സരിക്കുന്നില്ല. അതോടൊപ്പം തന്നെ തമിഴ്നാട്ടിൽ തിരുനെൽവേലിയിൽ റോബർട്ട് ബ്രൂയിസ് ആണ് സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചിരിക്കുന്നത്. അതുകൂടാതെ തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന വിളവങ്കോട് മണ്ഡലത്തിലും ഇപ്പോൾ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത്തരത്തിലാണ് ഇപ്പോഴത്തെ ഏറ്റവും ഒടുവിലത്തെ പട്ടിക പുറത്തു വന്നിരിക്കുന്നത്. ഈ അമേഠി റായ്ബറേലിലേക്ക് എപ്പോൾ പ്രഖ്യാപിക്കും? ഇത് വൈകുന്നതിൽ അണികൾക്ക് അതൃപ്തിയുണ്ടോ നിതിൻ? അനുജ, സോണിയാഗാന്ധി റായ്ബറേലിയിൽ നിന്ന്, അതായത് ലോക്സഭയിൽ നിന്ന് വിട്ട് രാജ്യസഭയിലേക്ക് മത്സരിക്കുന്ന ഘട്ടത്തിൽ തന്നെ പ്രിയങ്ക ഗാന്ധിയുടെ ഫ്ലെക്സുകളായിരുന്നു റായ്ബറേലിൽ അടക്കം അന്ന് മുതൽ തന്നെ ഉയർന്നു വന്നത്. പ്രിയങ്ക ഗാന്ധി മണ്ഡലത്തിൽ വരണമെന്നൊരു ആവശ്യം നേരത്തെ തന്നെ ഉയർന്നിരുന്നു. പക്ഷേ ഇപ്പോഴും റായ്ബറേലിയുടെ കാര്യത്തിലും അതോടൊപ്പം തന്നെ അമേഠിയിലെ കാര്യത്തിലും ഇതുവരെ ഒരു പ്രഖ്യാപനത്തിലേക്ക് കോൺഗ്രസിന് കടക്കാൻ സാധിച്ചില്ല. ഒരു വിഭാഗം നേതാക്കൾ പറഞ്ഞത് അമേഠിയിൽ ഇത്തവണ രാഹുൽ ഗാന്ധിക്ക് അല്ലാതെ മറ്റൊരു നേതാവിനെ പരിഗണിക്കണമെന്നാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ കേന്ദ്ര നേതൃത്വം ഉൾപ്പെടെ ആവശ്യങ്ങൾ പോയിരിക്കുന്നത് അമേഠിയിൽ രാഹുൽ ഗാന്ധി തന്നെ മത്സരിപ്പിക്കണം എന്നുള്ളതാണ്. അല്ലാത്ത പക്ഷം അത് വലിയ തിരിച്ചടിയിലേക്ക് നേരിടുന്ന സാഹചര്യം ഉണ്ടാവും. റായ്ബറയിലും സമാനമായി തന്നെ പ്രിയങ്കയിലൂടെ മണ്ഡലം നടത്തുന്ന ആവശ്യമാണ് ഉന്നയിക്കുന്നത്. പക്ഷേ ഈ ഇത്രയും, അതായത് ഈ 6 പട്ടികയിൽ ഇപ്പോൾ കോൺഗ്രസ് ഈ 2 സ്റ്റാർ മണ്ഡലങ്ങളെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാത്തത് വലിയ അതൃപ്തിയിലാണ് ഒരു വിഭാഗം നേതാക്കളുള്ളത്. ഒരുപക്ഷെ വൈകാതെ തന്നെ ആ ഒരു ചർച്ചകൾ പൂർത്തിയാക്കി ഒരുപക്ഷെ പ്രഖ്യാപനം 2 ദിവസത്തിനകം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അനുജ, 6ാം ഘട്ട സ്ഥാനാർത്ഥികളെ കോൺഗ്രസ് പ്രഖ്യാപിക്കുന്നു. എന്നാൽ അതിലും റായ്ബറേലിയും അമേഠിയും ഇല്ല. രാജസ്ഥാൻ, തമിഴ്നാട് എന്നിവിടങ്ങളിലെ 5 സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചത്.